തിരൂരങ്ങാടി താലൂക്ക് ഹോസ്പിറ്റലിലെ ധാരാളം രോഗികൾ വരുന്ന സ്ഥലമാണ്. അതിനനുസരിച്ച് ഡോക്ടർമാർ കുറവുണ്ട്. സമീപകാലത്ത് ചില ഡോക്ടർമാരുടെ തെറ്റായ നിലപാടുകളെയും പെരുമാറ്റത്തിൻ്റെയും കൃത്യബലത്തെ ബലമായി പ്രയാസങ്ങൾ വന്നിരിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിലാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഞാൻ വിശദമായി പറയുന്നില്ല. ഈ രോഗി അത്യാസന്ന നിലയിലാകുമ്പോൾ രോഗി മരിച്ചോ ഇല്ലേ എന്ന് വ്യക്തമാക്കാനാണ് ആസ്പത്രി വരാറുള്ളത്. പക്ഷേ വരുന്ന വഴി രോഗി മരിച്ചു കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം നിർബന്ധമാണ്. അതാണ് വലിയൊരു പ്രശ്നം. പക്ഷേ അതിന് മുമ്പ് ഇദ്ദേഹത്തിന് മറ്റു രോഗം ഉണ്ടായെന്നൊന്ന് പരിശോധിക്കാൻ യാതൊരു വഴിയില്ല. അപ്പോൾ ഉടനെ ഡോക്ടർമാർ പോലീസ് വിടും, പോലീസ് ഡോക്ടർമാരെ ഏൽപ്പിക്കും. അങ്ങനെ തമ്മിൽ പ്രശ്നമായി അവസാനം ജില്ലാ ആസ്പത്രിയിലുള്ള ഫോറൻസിക് സർജൻ്റെയും പോകേണ്ട സ്ഥിതിയാണ്. തന്മൂലം ധാരാളം പ്രശ്നങ്ങൾ ആസ്പത്രിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഫോറൻസിക് സർജൻ ഇല്ല എന്ന വേറെ പ്രശ്നമാണ്. അതുകൊണ്ട് 2-3 ഡോക്ടർമാരെ പറ്റി ധാരാളം പരാതികൾ വന്നിട്ടുണ്ട്. അതെല്ലാം സബ്മിഷൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു മറുപടി അതിലാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ളൊരു മാർഗ്ഗനിർദ്ദേശം ഉണ്ടാക്കേണ്ടതുണ്ട്. അതുപോലെ ഡോക്ടർമാരുടെ ഇതുപോലുള്ള പെരുമാറ്റത്തെ സംബന്ധിച്ചൊക്കെ തീരുമാനമെടുക്കണം. കാരണം ഡോക്ടർമാർക്ക് സംഘടന ഉണ്ട്, അവർ സമരം പ്രകടനം നടത്തുകയാണ്. രോഗികൾക്ക് സംഘടനയില്ല, പറയാൻ യാതൊരുമില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവരാണ്. അത് വളരെ ഗൗരവമായ പ്രശ്നമാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വിശദമായ മറുപടി ഉണ്ടാകണം ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സമ്മേഷൻ പറഞ്ഞ എഴുതി കൊടുത്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ പറയുന്നില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, പൊതുവെ സംസ്ഥാനത്ത് തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിയാണ്. കായകൽപ്പയിൽ 2022-ലും 2023-ലും 2ാം സ്ഥാനത്ത് വന്നതാണ്. NQS അക്രഡിറ്റേഷനിൽ ദേശീയ തലത്തിൽ 88% സ്കോർ നേടിയ ഒരു ആശുപത്രിയാണ്. മദർ ആൻഡ് ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവിലൊക്കെ മുന്നിലുള്ള ആശുപത്രിയാണ്. സർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, രോഗചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രോഗിയോടുള്ള സമീപനവും ആർദ്രതയും. സർ, അത് ചികിത്സാ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ ഈ സമീപനവും നല്ല രീതിയിലാകണം എന്നുള്ളത് തന്നെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. ബഹുമാനപ്പെട്ട MLA ഉന്നയിച്ച സബ്മിഷനിലെ വിഷയം അതിൽ 2 തലത്തിലുണ്ട് സർ. ഞാൻ പറഞ്ഞതുപോലെ രോഗികളോടുള്ള സമീപനം അത് ആർദ്രതയോടെയുള്ളതായിരിക്കണം, നല്ല നിലയിലായിരിക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം സർ, ഈ ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന നിലയിൽ പുറത്തു വന്നാൽ കാണിച്ചു തരാം എന്നുള്ള നിലയിലുള്ള വെല്ലുവിളികൾ ആ നിലയിലുള്ളതും പാടില്ല സർ. നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ അതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഒരു സംസ്ഥാന തലത്തിൽ DHS തലത്തിൽ അന്വേഷണം നടത്തി ഡോക്ടേഴ്സിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതിനാണ് സർ തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അപ്പുറത്തു നിന്നും ആളുകൾക്കിടയിൽ നിന്നും ഇത്തരത്തിലുള്ള വെല്ലുവിളികളും ഭീഷണിപ്പെടുത്തലുകളും ഉണ്ടാകാനായിട്ടും പാടില്ല എന്നുള്ളത് കൂടി നമ്മളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് സർ. പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച കാര്യം ക്രിമിനൽ പ്രൊസീജിയർ കോഡും അതോടൊപ്പം തന്നെ കേരള മെഡിക്കൽ ലീഗൽ കോഡും ഗുജറാൾ ഡോക്ടർ ഇറക്കിയ ഒരു ഗൈഡ് ലൈൻ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൂടാതെ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഇറക്കിയിട്ടുണ്ട് സർ. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. സംസ്ഥാനത്ത് 18 ഫോറൻസിക് സർജന്മാരാണ് ഉള്ളത്. ജില്ലാ ആശുപത്രികൾ കേന്ദ്രീകരിച്ചാണ്, DHSന് കീഴിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ മെഡിക്കൽ കോളേജിൻ്റെ പ്രോക്സിമിറ്റി അതോടൊപ്പം മറ്റ് പോലീസ് സർജനുള്ള ആശുപത്രികളുടെ സാമീപ്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയുമോ എന്നുള്ളത് ജില്ലാ ആശുപത്രികൾ സർ അത് സർക്കാർ തീർച്ചയായിട്ടും പരിശോധിക്കുന്നുണ്ട്. നിലവിലുള്ള പോസ്റ്റ്മോർട്ടം ഗൈഡ് ലൈനിൽ ഈ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ, ഇപ്പോൾ പറഞ്ഞതുപോലെ ക്യാൻസർ രോഗിയായിട്ട് വർഷങ്ങളായിട്ട് കിടപ്പിൽ ആണ്, പക്ഷേ വീട്ടിൽ മരിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് പറയുമ്പോൾ അതിലൊരു ശരിയില്ലായ്മയുണ്ട് സർ. അപ്പോൾ അത് എങ്ങനെയാണ് ആവശ്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ പരിഷ്കരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി പരിശോധിക്കാവുന്നതാണ് സർ.